അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു പ്ലീറ്റഡ് സ്കർട്ട് തയ്ക്കാനാണ്. 2 അളവുകൾ മാത്രം മതി നമുക്ക് ഈ സ്കർട്ട് തയ്ക്കാനായിട്ട്. അതിന് എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് വെച്ചാൽ ടിഷ്യൂവിൻ്റെ ഫാബ്രിക് ആണ്. 4 മീറ്റർ ഫാബ്രിക് ആണ് ഉള്ളത്. അപ്പം ഞാനൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് സ്കർട്ട് തയ്ക്കുന്നത്. ഒരേ സൈസിലുള്ള പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അളവെടുക്കാം. എവിടെയാണ് നമ്മൾ സ്കർട്ട് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബോഡിയിൽ നിന്ന് അളവെടുക്കണം. അളവെടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അളവെടുക്കാം. അപ്പം നമ്മൾ എവിടെ വെച്ചാണ് സ്കർട്ട് ഇടുന്നത് അവിടുത്തെ വേസ്റ്റ് റൗണ്ട് എടുക്കണം. നമ്മുടെ ഒരു ഫിംഗർ, അതായത് ഒരു വിരൽ ഇതുപോലെ അകത്ത് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ അളവെടുക്കണം. ഇതുപോലെ ഒരു ഫിംഗർ അകത്ത് വരുന്ന രീതിയിൽ ഇത്ര ലൂസ് ഇട്ടിട്ടാണ് അളവെടുക്കാനുള്ളത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 26 അരയാണ്. 26 അര. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ഇഞ്ചും കൂടെ കൂട്ടി 27 എടുക്കാം. അപ്പോൾ 27 നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് ആണ് എടുക്കാനുള്ളത്. നമ്മൾ പാവാട, അതായത് സ്കർട്ട് എവിടെയാണോ ഇടുന്നത് അവിടെ മുതൽ ഇതുപോലെ എടുക്കരുത്. അവിടെ മുതൽ ഫ്ലോർ നമ്മൾ അത് നേരെ ഇതുപോലെ ഫ്ലോറിലാണ് വെച്ച് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 42 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്തും അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടുമാണ് നമുക്ക് ആകെ വേണ്ട അളവുകളെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഫാബ്രിക് ഉള്ളതെന്ന് വെച്ചാൽ 4 മീറ്ററാണ്. ആ 4 മീറ്റർ ഫാബ്രിക്കിനെ നമ്മൾ ഇഞ്ചിലോട്ട് മാറ്റണം. അതായത് എത്ര ഇഞ്ച് ഉണ്ടെന്ന്, മീറ്ററിനെ ഇഞ്ചിലോട്ട് മാറ്റണം. എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഇഞ്ച് കണ്ടുപിടിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം. അപ്പം നമുക്ക് ഇഞ്ച് കിട്ടിയിരിക്കുന്നത് 162 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 162 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാനുള്ളത്. അതായത് പ്ലീറ്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം. ഞാൻ എപ്പോഴും പ്ലീറ്റിൻ്റെ സൈസ് എടുക്കുന്നത് 1 ഇഞ്ചാണ്. കാരണം 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും, ഒരുപാട് പ്ലീറ്റ്സും കിട്ടും. എപ്പോഴും 1 ഇഞ്ചാണ് ഞാൻ പ്ലീറ്റിൻ്റെ സൈസ് എപ്പോഴും സ്കർട്ടിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലീറ്റ് ഇൻടേക്ക് വേണം. പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു പ്ലീറ്റ് ഇതുപോലൊരു പ്ലീറ്റ് എടുക്കുമ്പോൾ ഈ പ്ലീറ്റിൻ്റെ അകത്ത് പോണ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇത് പ്ലീറ്റ്സ് ഇതിൻ്റെ അകത്ത് പോകുന്ന ഭാഗം എത്രയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇൻടേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫാബ്രിക് ലെങ്ത് മൈനസ് വേസ്റ്റ് റൗണ്ട്. ഫാബ്രിക്കിൻ്റെ ലെങ്താണ്, അതായത് 4 മീറ്റർ ഫാബ്രിക് ഉണ്ട്. ഇഞ്ചിൽ കണക്കാക്കുമ്പോൾ 162 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഫാബ്രിക്, അതായത് ഫാബ്രിക് ലെങ്ത് 162 മൈനസ് വേസ്റ്റ് റൗണ്ട് എത്രയാണ് 27 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. നമുക്ക് എത്ര പ്ലീറ്റ്സ് ആണോ വേണ്ടത് അത്രയും. അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 27 പ്ലീറ്റ്സ് ആണ് വേണ്ടത്. അതായത് നമ്മളെ വേസ്റ്റ് റൗണ്ട് 27 ആയതുകൊണ്ട് നമുക്ക് 27 പ്ലീറ്റ്സ് കിട്ടും. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ 27 പ്ലീറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുന്നോ അതാണ് നമ്മൾ ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇൻടേക്ക് ഇക്വേഷനിലൂടെ കിട്ടിയിരിക്കുന്നത് 5 ആണ്. അപ്പോൾ നമ്മുടെ പ്ലീറ്റിൻ്റെ സൈസ് വരുന്നത് 1 ഇഞ്ചാണ്. അതിൻ്റെ അകത്ത് പോകുന്ന ഭാഗം, പ്ലീറ്റിൻ്റെ അകത്ത് പോകുന്ന ഇൻടേക്ക് വരുന്നത് 5 ഇഞ്ചാണ്. നമുക്ക് അതേപോലെ ഫാബ്രിക് മൊത്തം 1 ഇഞ്ച്, അതുപോലെ 5 ഇഞ്ച്, അങ്ങനെ 1 5 അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അതൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ പിൻ ചെയ്യാറില്ല, ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്ലീറ്റ്സ് എടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ചെയ്യുമ്പോൾ നമ്മളെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് വേസ്റ്റ് ആവാറില്ല. ഞാൻ അല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ഫാബ്രിക് വേസ്റ്റായി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഫാബ്രിക് മൊത്തം നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാനും പറ്റും. നല്ല ഭംഗിയിലുള്ള പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഞാൻ സ്കർട്ട് തയ്ക്കാനായിട്ട് എടുക്കുന്നത്. ലെങ്ത് ഫുള്ള് ടോട്ടല് 42 വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കണം. 2 ഇഞ്ചിൻ്റെ പട്ടയാണ് ഞാൻ വച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് കുറച്ചിട്ട് 40 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 40 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന് ലെങ്ത് അനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. അതുപോലെ കട്ട് ചെയ്ത്
മെറ്റീരിയലാണിത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം, ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരേ സൈഡിലോട്ട് തന്നെ, അതായത് അകത്തോട്ട് ഫോൾഡ് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച്, 5 ഇഞ്ച്, അങ്ങനെ നമ്മളെ ഇൻടേക്കും നമ്മുടെ പ്ലേറ്റിൻ്റെ സൈസും വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ക്ലോത്ത് മുഴുവനും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ആദ്യത്തെ പ്ലേറ്റ്സിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഇൻടേക്ക് 6 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ 6 കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ അങ്ങ് കഴിഞ്ഞു പോവും, ആ പ്ലേറ്റ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പ്ലേറ്റ് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് നോക്കാം. എവിടെയാണോ അത് നല്ല ഭംഗിക്ക് നമുക്ക് വരുന്നത് അവിടെ വച്ച് അതിനകത്ത്, അതായത് ഇവിടെ കുറച്ച് ഭാഗം ഇതുപോലെ ഇട്ടേക്കണം കേട്ടോ. കുറച്ച് ഭാഗം ഇതുപോലെ ഇട്ടേക്കണം. നമുക്ക് താഴോട്ട് മടക്കി അടിക്കണ്ടേ, അപ്പോൾ വൃത്തികേടാവാതിരിക്കാനായിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മടക്കി അടിക്കുമ്പോൾ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ മലന്ന് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇതുപോലെ എക്സ്ട്രാ നമ്മൾ അടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഇത്ര ഭാഗം അങ്ങോട്ട് ഇട്ടതിന് ശേഷം എവിടെയാണോ ആ പ്ലീറ്റ്സ് വന്ന് നിൽക്കുന്നത് അവിടം വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലേറ്റ്സിന് നമുക്ക് ഇൻടേക്ക് ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ അടുത്ത പ്ലേറ്റ്സ് മാർക്ക് ചെയ്യണം. അടുത്ത 1 ഇഞ്ചിൻ്റെ പ്ലേറ്റ്സാണ് നമ്മൾ കൊടുക്കണം. 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ പോവുക. 1 ഇഞ്ച്, 5 ഇഞ്ച്, 1 ഇഞ്ച്, 5 ഇഞ്ച്. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഞാൻ പിൻ ചെയ്ത് വയ്ക്കാറില്ല. ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പ്ലേറ്റ്സ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1 ഇഞ്ച്, 5 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ പ്ലേറ്റ്സ് നമ്മളിങ്ങനെ എടുത്ത് സൂചി ഇങ്ങനെ കുത്തി വച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ്സ് ഇതുപോലെ 1 ഇഞ്ചിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇൻടേക്ക് ഉണ്ടല്ലോ, ഇൻടേക്ക് അകത്ത് അത് പോകുന്ന രീതിയിൽ നമ്മൾ ഇൻടേക്ക് എവിടെയാണോ കറക്റ്റ് 2 മാർക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അറിയാം. ഇൻടേക്ക് എവിടെയാണോ കിടക്കുന്നത് അവിടം വരെ അത് ആ ഇൻടേക്ക് ഫുൾ അകത്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ വച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ്സ് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ വന്നാൽ മതി. കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്ലേറ്റ്സ് എടുത്ത് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇൻടേക്ക് എടുത്തേക്കുന്നത് അത്രയും മടങ്ങി പോവാൻ വേണ്ടിയിട്ടാണ്. അത്രയും 5 ഇഞ്ചിൻ്റെ ഇൻടേക്കല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉള്ളിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത പ്ലേറ്റ്സ് ഇതുപോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് അടുത്ത പ്ലേറ്റ്സ് എടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മെറ്റീരിയൽ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ ഇങ്ങനെ അടിങ്ങി നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സ് നമുക്ക് കിട്ടും. ഒരേ സൈസിലുള്ള നല്ല ഭംഗിയായിട്ട് നല്ല അടിങ്ങി തന്നെ കിടക്കുന്ന പ്ലേറ്റ്സ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പട്ട വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഈ അയൺ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഓരോ പ്ലേറ്റ്സും പിടിച്ച് നല്ല രീതിയിൽ അയൺ ചെയ്ത് താഴ്ഭാഗം വരെ നല്ല പോലെ അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്യുന്നതിലാണ് നമ്മൾ ആ പ്ലേറ്റ്സിൻ്റെ വൃത്തി ഇരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല പോലെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പട്ട വെച്ച് കൊടുക്കാം. സാധാരണ പട്ട വെച്ച് കൊടുക്കുന്നത് നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്കിലോട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ആ ബോർഡർ ഭാഗം എനിക്ക് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ്, ബാക്ക് ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് അത് ഫ്രണ്ടിലോട്ട് മറിച്ചടിക്കുന്നത്. ബാക്കിൽ ഇതുപോലെ വെച്ചടിച്ചതിന് ശേഷം അതിനെ പതിച്ചും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട്. പതിച്ചും കൂടെ അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ഭാഗത്തോട്ട് തിരിച്ചിട്ടതിന് ശേഷം നല്ല ഭാഗത്തോട്ട് ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ വെച്ചടിക്കരുത്. ഇതുപോലെ അകത്തോട്ട് നല്ല പോലെ ആ ബാലൻസ് ഉള്ള ഭാഗം ഇതുപോലെ അകത്തോട്ട് മടക്കിയതിന് ശേഷം അതിനെ വീണ്ടും രണ്ടായിട്ട് ഇതുപോലെ ഫ്രണ്ടിലോട്ടുള്ള പോർഷനിൽ ഫോൾഡ് ചെയ്ത് വച്ചിട്ട് ഒന്നും കൂടി ആ താഴത്തെ ആ വൈറ്റ് പോർഷൻ അകത്തോട്ട് മടക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ വച്ച് നല്ല വൃത്തിക്ക് അടിച്ചു കൊടുക്കുക. പൊളഞ്ഞൊന്നും പോകരുത്. നല്ല നീറ്റായിട്ട് അടിച്ചു കൊടുക്കുക. പതുക്കെ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാകും.
അപ്പോൾ ഇനി നിങ്ങൾ സ്കർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഈ ഇക്വേഷൻ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്കർട്ടിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? നമ്മളെ സ്കർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.